നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ SCRT സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും കൃഷി രീതികൾ, വളങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനില്ല. എന്നാൽ ഇങ്ങനെയുള്ള ചാപ്റ്ററിൽ നിന്ന് PSC ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ഇത് പഠിക്കേണ്ട എന്ന് കരുതി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള PSC പരീക്ഷയ്ക്ക് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം, അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര്. നോക്കിക്കോ, ആദ്യം പറയുന്നത് എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്നാണേ. ശ്രദ്ധിച്ചോ, ലംബമായി അടുക്കി വെച്ചിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കൃഷിരീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ്. അപ്പോൾ എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന അതിനൂതനമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ വരും? ഹൈഡ്രോപോണിക്സ്, എയ്റോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താം എന്നതാണ് വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ സവിശേഷത. അപ്പോൾ എന്താണ് ഈ വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രോപോണിക്സിൻ്റെയും എയ്റോപോണിക്സിൻ്റെയും സാധ്യതകൾ എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? നമ്മുടെ ഈ വെർട്ടിക്കൽ ഫാമിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്നൊന്നും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ ഹൈഡ്രോപോണിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 2023 നടന്ന ഒരു PSC എക്സാമിന് PSC ചോദിച്ചിരുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് പുതിയ SCRT ടെക്സ്റ്റ് ബുക്കാണ്. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ പഴയ എഡിഷനിൽ, SCRT പഴയ എഡിഷനിൽ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ ഒരു മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, എന്താ നമ്മൾ ഇവിടെ പറഞ്ഞത്? ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ പറയുന്ന പേരാണ് വെർട്ടിക്കൽ ഫാമിംഗ്. വെർട്ടിക്കൽ ഫാമിങ്ങിൽ ഉപയോഗിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യകൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്സും രണ്ടാമത്തേത് എയ്റോപോണിക്സും. ശരിക്കും പറഞ്ഞാൽ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നതാണ് എന്ത്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണിൻ്റെ സഹായമില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതിയെ പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. ശ്രദ്ധിച്ചോ, പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ഇത് പ്രാവർത്തികമാക്കാം. അപ്പോൾ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷിരീതിയാണ് എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കൽ ഫാമിംഗ് അല്ലേ? അപ്പോൾ അതായത് അവരെന്താണ് ചെയ്യുന്നത്? നമുക്ക് വീടിൻ്റെ ടെറസിലാണെങ്കിലും എവിടെയാണെങ്കിലും വെർട്ടിക്കൽ ഫാമിംഗ് ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ കഴിയും. അതിന് എന്തിൻ്റെ ആവശ്യമില്ല? ഒരുപാട് സ്ഥലമോ അല്ലെങ്കിൽ ഒരുപാട് മണ്ണോ ആവശ്യമില്ല. നോക്കിക്കോ, കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? ഇത് ഒരുപാട് സ്ഥലം ആവശ്യമില്ലാത്ത ഒരു കൃഷിരീതിയാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗ്. അതായത് സ്വന്തമായിട്ട് കുറേ സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക്, നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗമാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ഇതിന് സൂര്യപ്രകാശം, വെളിച്ചം, മഴ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ എന്താ ഇവിടെ പറയുന്നേ? കൃത്രിമമായ വെളിച്ചം. നമ്മൾ എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശം ഡയറക്റ്റ് കൊടുക്കുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? കൃത്രിമമായ വെളിച്ചം പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലും കണക്കിലെടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയാം? ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന അതിനൂതന കൃഷിരീതിയെ പറയുന്ന പേരാണ് എന്ത്? വെർട്ടിക്കൽ ഫാമിംഗ്. അതിൽ ഉപയോഗപ്പെടുത്തുന്ന രണ്ട് ടെക്നോളജീസ് ഏതൊക്കെയാണ്? ഹൈഡ്രോപോണിക്സും
അതുപോലെ തന്നെ എയ്റോപോണിക്സും. പിന്നെ പറയുന്നു വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിമിതമായ സ്ഥലമുള്ളവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായി കൃഷി ചെയ്യാൻ പറ്റും. അതേപോലെ കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലും കണക്കിലെടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത് ശ്രദ്ധിച്ചോ. അടുത്ത് എന്താണ് എയ്റോപോണിക്സ് അല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സ് എന്താണ് എന്നാണ് അടുത്ത് പറയുന്നത്. എടാ ഈ ഒരു മേഖല ഇവിടെ വെക്കാൻ കാരണം നോക്കിക്കേ, 2023 നടന്ന ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ഏത്? നോക്കിക്കേ, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, ഫ്ലോറികൾച്ചർ ഉണ്ട്, സെറികൾച്ചർ ഉണ്ട്, പിസികൾച്ചർ ഉണ്ട്. എടാ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിലെ വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന് പറയുന്ന ബേസിക് സയൻസിലെ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ആ ഒരു ചാപ്റ്ററിൽ വ്യക്തമായിട്ട് എന്താണ് ഹൈഡ്രോപോണിക്സ് എന്നും ഫ്ലോറികൾച്ചർ എന്നും പിസികൾച്ചർ എന്താണ്, സെറികൾച്ചർ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ആ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ SCERT ടെക്സ്റ്റാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കൂടായികയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കോ, മണ്ണില്ലാതെയും കൃഷി, അതായത് മണ്ണില്ലാതെ എങ്ങനെയാണ് ചെടികൾ വളർത്തുന്നതെന്നാണ്. ശ്രദ്ധിച്ചോ, മണ്ണില്ലാതെ ചെടികൾ വളർത്താനാകുമോ? അങ്ങനെയാണെങ്കിൽ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ മാറ്റം, മണ്ണിൻ്റെ ഘടനാ വ്യത്യാസം, ജലസേചന സൗകര്യമില്ലായ്മ തുടങ്ങിയ പ്രതിസന്ധികളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിജീവിക്കാൻ പറ്റും. നോക്കിക്കോ, കൃഷിരീതി എന്ന നിലയിൽ വ്യാപിപ്പിക്കുന്നതിന് പരിമിതികളേറെ ഉണ്ടെങ്കിലും മണ്ണില്ലാതെയും കൃഷി സാധ്യമാകുമെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, കൃഷിരീതി എന്ന നിലയിൽ വ്യാപിപ്പിക്കുന്നതിന് പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും എന്താണ്, മണ്ണില്ലാതെയും നമുക്ക് കൃഷി ചെയ്യാമെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. ഇതിനുദാഹരണമാണ് ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും. ഇതിനുദാഹരണങ്ങളാണ് ഏതൊക്കെ? ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും. അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ്, എന്താണ് എയ്റോപോണിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താണ്? മണ്ണില്ലാതെയും കൃഷി സാധ്യമാകും. മണ്ണില്ലാതെ ചെയ്യുന്ന കൃഷിരീതിയാണ് ഏത്? ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ചെടികളെ എന്ത് ചെയ്യുന്നു? മണ്ണിലല്ല വളർത്തുന്നത്, പകരം എന്തിൽ വളർത്തും? പോഷകലായനിയിൽ വളർത്തും. അപ്പോൾ ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്നതാണ് എന്ത്? ഹൈഡ്രോപോണിക്സ്. അടുത്ത് നോക്കിക്കേ, വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയ്റോപോണിക്സ്. അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹൈഡ്രോപോണിക്സിലായാലും എയ്റോപോണിക്സിലായാലും നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? മണ്ണിൻ്റെ ആവശ്യമില്ല. ഹൈഡ്രോപോണിക്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികളെ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ട് പോഷകലായനിയിലാണ് വളർത്തുന്നത്. അവിടെ എന്ത് വേണ്ട? മണ്ണ് വേണ്ട. അപ്പോൾ എയ്റോപോണിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ എന്ത് ചെയ്യും? വളർത്തും. എന്നിട്ട് ഈ പോഷകങ്ങൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഈ വേരുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതിനെ പറയുന്ന പേരാണ് എന്ത്? എയ്റോപോണിക്സ്. അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്നും എന്താണ് എയ്റോപോണിക്സ് എന്നും നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ഹൈഡ്രോപോണിക്സിലും എയ്റോപോണിക്സിലും എന്തുപയോഗിക്കുന്നില്ല? അവിടെ നമുക്ക് മണ്ണിൻ്റെ ആവശ്യമില്ല. ഹൈഡ്രോപോണിക്സിലായാലും എയ്റോപോണിക്സിലായാലും നമുക്ക് എന്ത് വേണ്ട? മണ്ണ് വേണ്ട. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പോൾ ചെടികളെ സസ്യങ്ങളെ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ട് പോഷകലായനിയിലാണ് വളർത്തുന്നത്. എയ്റോപോണിക്സിൽ എന്ത് ചെയ്യും? വേരുകൾ എങ്ങോട്ട്? വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തിയെടുത്തതിന് ശേഷം അവയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ എന്ത് ചെയ്യുന്നു? വേരിലേക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എന്ത്? എയ്റോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സും ക്ലിയർ ആയില്ലേ? നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ഏത്? എന്താണ്? ഹൈഡ്രോപോണിക്സ്. ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ് ആയിരുന്നു അവിടെ എന്താണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സസ്യ പോഷകങ്ങൾ എന്തൊക്കെയാണെന്നാണ്.
ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ് അല്ലേ? സസ്യങ്ങൾ പ്രധാനമായിട്ടും പോഷകങ്ങൾ വേരിലൂടെ വലിച്ചെടുത്ത് ഇലകൾക്ക് എത്തിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. അപ്പോൾ ഈ മണ്ണിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ മൂലകങ്ങളാണ് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെന്നാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. നോക്കിക്കോ, ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ്. അപ്പോൾ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. ഇതെല്ലാം എന്താണ്? സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ്. അടുത്ത് പറയുന്നു, ഇവയെ പറയുന്ന പേരാണ് മാക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ എന്താണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെ പറയുന്ന പേരാണ് മാക്രോ ന്യൂട്രിയൻസ്. എന്താണ് മാക്രോ ന്യൂട്രിയൻസ്? സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ആവശ്യമാണെന്ന് നമുക്കറിയാം. മണ്ണിലൂടെയാണ് സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ മൂലകങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ഏറ്റവും കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ, സസ്യങ്ങൾക്ക് ഏറ്റവും കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അതുപോലെ തന്നെ സൾഫർ ഉണ്ട്. ഇവയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മാക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ ഇതിനെ പറയുന്ന പേര് എന്തെന്നാണ്? മാക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയന്റുകൾ എന്നാണ് ഇവയെ പറയുന്നത്. ഓക്കെ. എന്നാൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബിഡ്നം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഏതൊക്കെ മൂലകങ്ങളാണ്? ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, ഇരുമ്പ്, മോളിബിഡ്നം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സസ്യങ്ങൾക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇവയെ പറയുന്ന പേര് മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ്. അപ്പോൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ, ഏറ്റവും കൂടിയ അളവിൽ ആവശ്യമുള്ള മൂലകങ്ങളെ മാക്രോ ന്യൂട്രിയൻസ് എന്നും കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള മൂലകങ്ങളെ മൈക്രോ ന്യൂട്രിയൻസ് എന്നും പറയുന്നു. മാക്രോ ന്യൂട്രിയൻസിൻ്റെ അകത്ത് പറഞ്ഞ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ, പൊട്ടാഷ്യം, അതുപോലെ ഫോസ്ഫറസ്, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ ഇവയെല്ലാം എന്താണ്? കൂടിയ അളവിൽ സസ്യങ്ങൾക്ക് ആവശ്യമാണ്. ഇതിനെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഏതാണ്? മൈക്രോ ന്യൂട്രിയൻസ് ആണ്. കുറഞ്ഞ അളവിൽ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻസ്. ഇതിൽ ഏതൊക്കെ വരുന്നു? ബേരിയം ഉണ്ട്, ബോറോൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബിഡ്നം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നു. വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താനാണ് നമ്മൾ എന്ത് നടത്തുന്നത്? വളപ്രയോഗം നടത്തുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ അതിൽ എന്തിട്ട് കൊടുക്കും? വളം ഇട്ട് കൊടുക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മാക്രോ ന്യൂട്രിയൻസ്? മാക്രോ ന്യൂട്രിയൻസിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? എന്താണ് മൈക്രോ ന്യൂട്രിയൻസ്? മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോ. അടുത്ത് നമുക്ക് വളങ്ങളുടെ പേരുകളാണ് പഠിക്കാനുള്ളത്. കുറച്ച് വളങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. നോക്കിക്കോ. ഇതിൻ്റെ അകത്ത് നമുക്ക് ജീവാണു വളം, കൃത്രിമ വളം, നാനോ വളം, അതുപോലെ തന്നെ പ്രകൃതിദത്ത വളം, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടേ. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചേ. നോക്കിക്കോടാ, ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഒരു ഡാഷ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫില്ല് ചെയ്യണം. സാധാരണ കൃത്രിമ വളം. ആദ്യം നമ്മൾ പഠിക്കുന്നത് സാധാരണ കൃത്രിമ വളത്തെക്കുറിച്ചാണ്. ശ്രദ്ധിച്ചോ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാക്കുന്ന വളങ്ങളാണ് ഈ പറയുന്ന സാധാരണ കൃത്രിമ വളം. ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാക്കുന്ന എന്നാൽ സസ്യങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റാത്ത മൂലകങ്ങളുടെ എല്ലാം അവയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെല്ലാം സംയോജിപ്പിച്ചിട്ടുണ്ടാകുന്ന വളങ്ങളാണ് സാധാരണ കൃത്രിമ വളങ്ങൾ. ജൈവ അവശിഷ്ടങ്ങളാണിവ. മണ്ണിന്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല. കാരണം ജൈവ വസ്തുക്കളിൽ നിന്നുണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്തില്ല? മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ഒന്നും വരില്ല? ദോഷം വരില്ല. വിഘാടകർ ഇവയിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ്
സസ്യങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ വിഘാടകരെ സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് ആർക്ക് ലഭിക്കുന്നത്? മണ്ണിൽ നിന്നും സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. പോഷകങ്ങൾ അളവിൽ കുറവായിരിക്കും, അതുപോലെ തന്നെ വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസം എടുക്കും. ഇതാണ് സാധാരണ കൃത്രിമ വളത്തിന്റെ പ്രത്യേകത. ഇപ്പൊ എന്ത് പറഞ്ഞു? ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാക്കുന്നു. വിഘാടകർ എന്താണ്? മണ്ണിന്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല. വിഘാടകരിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇതിന് പോഷകങ്ങളുടെ അളവ് കുറവായിരിക്കും, അതുപോലെ തന്നെ വിഘടനം നടക്കാൻ കാലതാമസവും എടുക്കും. അതാണ് സാധാരണ കൃത്രിമ വളത്തിന്റെ പ്രത്യേകത. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കൃത്രിമ വളങ്ങളെ കുറിച്ചാണ്. നോക്കിക്കേ, കൃത്രിമ വളങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അമോണിയം ഫോസ്ഫേറ്റ്, അതുപോലെ യൂറിയ, അമോണിയം സൾഫേറ്റ്, ഇതെല്ലാം എന്താണ്? കൃത്രിമ വളങ്ങളാണ്. നോക്കിക്കോ, മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുവാൻ കൃത്രിമമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നതാണ് ഇത്. അറിയാം, നമുക്ക് പേര് കേൾക്കുമ്പോഴേ അറിയാം. മണ്ണിന്റെ പോഷകമൂല്യം എന്താണ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതാണ് എന്താണ്? കൃത്രിമ വളങ്ങൾ എന്ന് പറയുന്നത്. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. കൃത്രിമ വളങ്ങൾ എന്താണ്? സസ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആഗിരണം ചെയ്യാൻ കഴിയും. അതുപോലെ അമിതമായ വളപ്രയോഗം മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ പഠിച്ചു വെക്കേണ്ട പേരുകൾ കൃത്രിമ വളങ്ങളുടെ എക്സാമ്പിൾ ആണ്. തന്നിട്ടുള്ളതിൽ ഏതൊക്കെയുണ്ട്? അമോണിയം ഫോസ്ഫേറ്റ് ഉണ്ട്, യൂറിയ ഉണ്ട്, അമോണിയം സൾഫേറ്റ് ഉണ്ട്. അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. അടുത്ത് പറയുന്നത് നോക്കിക്കേ, അടുത്ത് പറയുന്നതാണ് നാനോ വളങ്ങൾ. അടുത്ത് പറയുന്നത് ഏതാണ്? നാനോ വളങ്ങളാണ്. നാനോ കണികാ രൂപത്തിലുള്ള കൃത്രിമ വളങ്ങളാണ് എന്ത്? നാനോ വളങ്ങൾ എന്ന് പറയുന്നത്. സസ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. മറ്റ് വളങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ അളവിൽ എന്ത് ചെയ്യും? മറ്റ് വളങ്ങളെ അപേക്ഷിച്ച് ഈ നാനോ വളങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ അളവിൽ കുറച്ച് മതിയായിരിക്കും. അതുപോലെ കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിന്റെ രാസഘടനയെ മാറ്റുന്നില്ല. ആരാണ്? നാനോ വളങ്ങൾ. നാനോ വളങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിന്റെ രാസഘടനയ്ക്ക് മാറ്റം വരുത്തുന്നില്ല. ഓക്കെ, ഏതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്. നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? നാനോ വളങ്ങളിൽ വരുന്നത്. അടുത്ത് നോക്കിക്കേ, അടുത്ത് പറയുന്നത് ഏതാണ്? അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? സാധാരണ കൃത്രിമ വളം പറഞ്ഞു, കൃത്രിമ വളം പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ പറഞ്ഞത് ഏതാണ്? നാനോ വളങ്ങളാണ്. അടുത്ത് പറഞ്ഞത് നാനോ വളങ്ങളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജീവാണു വളങ്ങളെ കുറിച്ചാണ്. ജീവാണു വളം. ശ്രദ്ധിച്ചേ, എന്താണ് ജീവാണു വളങ്ങളെന്ന്? നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നു. അപ്പൊ നൈട്രജൻ, അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? മണ്ണിൽ ചേർക്കുന്നു. ഡയറക്റ്റായിട്ട് ആരെയാണ് ചേർക്കുന്നത്? വളമല്ല, സൂക്ഷ്മജീവികളെ എന്ത് ചെയ്യുന്നു? മണ്ണിലോട്ട് ചേർക്കുന്നു. മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ഒന്നും ഈ സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യുന്നില്ല? ദോഷം വരുത്തുന്നില്ല. ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ. ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന ജീവാണു വളങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ എന്നൊക്കെ പറയുന്നത് എന്താണ്? ജീവാണു വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ലീഫ് കളർ ചാർട്ട് എന്നാണ്. ലീഫ് കളർ ചാർട്ട് അത് സൂചിപ്പിക്കുന്നത്, അതായത് നമ്മുടെ മണ്ണിലെ നൈട്രജന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ഈ പറയുന്ന ലീഫ് കളർ ചാർട്ട്. ഓക്കെ, ശ്രദ്ധിച്ചോ. ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പ മാർഗമാണിത്. പറഞ്ഞ പോലെ തന്നെ ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രയുണ്ട് എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ലീഫ് കളർ ചാർട്ട് എന്ന് പറയുന്നത്. ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണ ചിത്രവുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുവാൻ ഇത് സഹായിക്കുന്നു. അതിലൊന്നുമില്ല, ചെടികളുടെ നിറം നോക്കി തന്നിട്ടുള്ള സൂചകവുമായി ഒത്തു നോക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു നൈട്രജന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലീഫ് കളർ ചാർട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. ഇളം പച്ച നിറം നൈട്രജന്റെ കുറവ് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇളം പച്ച നിറം നൈട്രജന്റെ കുറവിനെ സൂചിപ്പിക്കുന്നു. കടും പച്ച നിറം
എന്ത് ചെയ്യുന്നു, നൈട്രജന്റെ അളവ് ആവശ്യത്തിനുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത് പഠിച്ചു വെച്ചോ. കടും പച്ചനിറമാണ് നൈട്രജന്റെ അളവ് ആവശ്യത്തിനുണ്ടെന്ന് പറയുന്നത്. ഇളം പച്ചനിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നൈട്രജന്റെ കുറവിനെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ലീഫ് കളർ ചാർട്ട് എന്താണ്? ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏകകം അല്ലെങ്കിൽ ഒരു സൂചകമാണ് ലീഫ് കളർ ചാർട്ട് എന്ന് പറയുന്നത്. ഇളം പച്ചനിറം സൂചിപ്പിക്കുന്നത് നൈട്രജന്റെ അളവ് എന്താണ്, കുറവാണ് എന്നും കടും പച്ചനിറം സൂചിപ്പിക്കുന്നത് നൈട്രജന്റെ അളവ് ആവശ്യത്തിന് ഉണ്ട് എന്നുമാണ്. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അല്ലെങ്കിൽ GM വിളകൾ എന്നാണ്. ശ്രദ്ധിച്ചോ, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. നമുക്കറിയാം, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വിളകളെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി പുതിയ സ്വഭാവ സവിശേഷതകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീൻ, വൈറ്റമിൻ എ ധാരാളം അടങ്ങിയ നെല്ലിനങ്ങൾ എന്നിവ ഇത്തരം വിളകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് GM വിളകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ് GM വിളകൾ. ഓക്കെ, ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി പുതിയ സ്വഭാവ സവിശേഷതകളെ ഉൾച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിന് ഉദാഹരണങ്ങളായിട്ട് ഇവിടെ തന്നേക്കുന്നത് കീടബാധ ചെറുക്കുന്ന പരുത്തി, അതുപോലെ തന്നെ കളനാശിനികളെ പ്രതിരോധിക്കാൻ കഴിവുള്ള സോയാബീന്, വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്ന നെല്ലിനങ്ങൾ, ഇതെല്ലാം എന്താണ്? GM വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ടിഷ്യൂ കൾച്ചർ എന്താണ് എന്നാണ്. ശ്രദ്ധിച്ചോ, മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ശ്രദ്ധിച്ചേ, എന്താണ് ടിഷ്യൂ കൾച്ചർ? മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതയുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയെ പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. സസ്യത്തിന്റെ അനുയോജ്യമായ ഭാഗത്ത് നിന്നും കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയെടുത്താണ് തൈച്ചെടികളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? സസ്യത്തിന്റെ അനുയോജ്യമായ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നും ഒരു കലയെ എന്ത് ചെയ്യും? വെട്ടിയെടുക്കും. അതിനുശേഷം അതിനെ പ്രത്യേക പോഷണ മാധ്യമത്തിൽ വളർത്തിയെടുത്താണ് എന്തുണ്ടാക്കുന്നത്? ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയെ പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. സസ്യത്തിന്റെ അനുയോജ്യമായ ഭാഗത്ത് നിന്നും കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക മാധ്യമത്തിൽ വളർത്തിയാണ് എന്ത് ചെയ്യുന്നത്? തൈ ചെടികളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്നും ടിഷ്യൂ കൾച്ചർ എന്നും മനസ്സിലായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കേ, എന്താണ് ഹരിതഗൃഹം എന്നാണ്, എന്താണ് ഗ്രീൻ ഹൗസ് എന്ന്. നോക്കിക്കോ, മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഗ്രീൻ ഹൗസ്. ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഗ്രീൻ ഹൗസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ് ഗ്രീൻ ഹൗസ്. പ്ലാസ്റ്റിക്, നൈലോണ്, പോളി എത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. അപ്പോൾ നൈലോണ്, പ്ലാസ്റ്റിക്, പോളി എത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഹരിതഗൃഹം എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കാൻ ഇതിലൂടെ കഴിയുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അടുത്ത് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളിനന എന്താണെന്നാണ്. പഠിച്ചു വെച്ചോ. ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന പദ്ധതിയാണിത്. അറിയാലോ, ജലത്തെ തുള്ളികളായിട്ട് എവിടെ എത്തിക്കും? വേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് തുള്ളിനന. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടവും പരമാവധി കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റായിട്ട് വേരുകളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് എത്തുന്നത് കൊണ്ട് ജലനഷ്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തുള്ളിനന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ എന്താണ് തുള്ളിനന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജലത്തെ തുള്ളികളായി വേരുപടലത്തിലോട്ട് ഡയറക്റ്റായിട്ട് വീഴ്ത്താൻ കഴിയുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന സംവിധാനമാണ് തുള്ളിനന. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കുറയ്ക്കാം? ജലനഷ്ടം കുറയ്ക്കാനാവും. അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്തുവാനും കഴിയും. അടുത്ത് ശ്രദ്ധിച്ചേ, അടുത്ത് പറയുന്നു എന്താണ് തിരിനന അല്ലെങ്കിൽ വിക്ക് ഇറിഗേഷൻ എന്നാണ്.
പരുത്തിത്തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണിത്. ഇമേജ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പരുത്തിത്തുണി കൊണ്ടുണ്ടാക്കിയ തിരിയുടെ സഹായത്താൽ എന്ത് ചെയ്യൂടാ, ജലസേചന സ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുന്ന രീതിയാണ് തിരിനന. തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ എന്തിനു വേണ്ടി വരുന്നുള്ളൂ, ഈ തിരി നനയ്ക്ക് വേണ്ടി വരുന്നുള്ളൂ. തുള്ളി നനയേക്കാൾ വളരെ കുറച്ച് ജലം മാത്രമേ തിരി നനയ്ക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ തിരി നന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുത്തിത്തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ജലം എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് ചെടികളുടെ വേരുകളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് തിരി നന. അപ്പോൾ തിരി നനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മതിയാവും. അടുത്ത് പറയുന്നത് പുതയിടലാണ്. ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോലുകൾ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗതമായ രീതിയാണിത്. എന്താണ്, ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കരിയിലകളും വൈക്കോലും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇവയെല്ലാം കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്തിടും. എന്തിനു വേണ്ടിയിട്ടാണ്, താപനഷ്ടം അല്ലെങ്കിൽ ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കളകളുടെ വളർച്ച കുറയ്ക്കുവാനും മണ്ണ് ജൈവ സമ്പുഷ്ടമാക്കുവാനും ഇതിലൂടെ കഴിയും. അപ്പോൾ കളകളുടെ വളർച്ച കുറയ്ക്കുവാനും അതുപോലെ തന്നെ മണ്ണ് ജൈവ സമ്പുഷ്ടമാക്കുവാനും എന്തിലൂടെ കഴിയും, ഈ പറയുന്ന പുതയിടലിലൂടെ കഴിയും. അപ്പോൾ എന്താണ് പുതയിടൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ എന്തൊക്കെ ഇടുന്നു, കരിയിലകളും വൈക്കോലുകളും കൊണ്ട് പുതച്ചിടുന്നു. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് പുതയിടൽ. ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണ്ണിലെ മണ്ണ് ജൈവ സമ്പുഷ്ടമാക്കാനും അതുപോലെ തന്നെ കളകളുടെ വളർച്ച കുറയ്ക്കുവാനും എന്തിലൂടെ സാധിക്കുന്നു, പുതയിടലിലൂടെ സാധിക്കുന്നു. അപ്പൊ തിരിനന, പുതയിടല്, അതുപോലെ തന്നെ തുള്ളിനന, ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്മാർട്ട് ഫാമിംഗ് എന്താണെന്നാണ്. അതായത് നമുക്കിപ്പോൾ നിലവിലുള്ള നമ്മുടെ ഈ ടെക്നോളജീസ് ഉപയോഗിച്ച് അതെങ്ങനെ കൃഷി രീതിയിൽ അല്ലെങ്കിൽ കൃഷിയിൽ അതെങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു ടെക്നോളജിയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പുതിയ ടെക്നോളജീസ് എങ്ങനെ കൃഷി രീതിയിൽ ഫലപ്രദമായി ഉപയോഗിക്കാം, അതാണ് എന്തെന്ന് പറയുന്നത്, സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. നോക്കിക്കോ, ആദ്യം നമുക്ക് പറയാനുള്ളത് നിർമ്മിത ബുദ്ധിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ സഹായിക്കുന്നു, വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയും. ഓക്കെ, എന്താണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് മാത്രം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള കൃഷി രീതികൾ. അടുത്ത് പറയുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ IoT എന്തെന്നാണ്. സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്ന സംവിധാനം ഒരുക്കുന്നു. അടുത്ത് പറയുന്നത് ഹൈഡ്രോപോണിക്സ് ആണ്. കിടക്കുന്നു. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന്? പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു സ്ലൈഡിൽ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്നും എയ്റോപോണിക്സ് എന്നും പറയുന്നുണ്ടായിരുന്നില്ല. അത് സത്യത്തിൽ വന്നേക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന സ്മാർട്ട് ഫാമിങ്ങിന്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ശ്രദ്ധിച്ചോ, പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് എയ്റോപോണിക്സ് ആണ്. എന്താണ് എയ്റോപോണിക്സ്? വായുവിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷണങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നതാണ് എയ്റോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടേംസും കുറച്ച് കൃഷി രീതികളും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിലെന്താണ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.